ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ചിക്കൻ കറി റെസിപ്പി ഉണ്ടല്ലോ. അതിനായിട്ട് നമ്മൾ 6 സവോള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു തക്കാളി. അങ്ങനെ ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ സവോള അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഗ്രേവി കിട്ടാനും പിന്നെ വേഗം വഴഞ്ഞ് കിട്ടാനും ഈസി ആയിരിക്കുമേ. അങ്ങനെ നമ്മൾ സവോള ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യും. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇടാം കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ട് നല്ലപോലെ വാട്ടി ഒരു ബ്രൗൺ ഷെയ്ഡാകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഈ ഒരു ഷെയ്ഡാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഇച്ചിരി മസാലപ്പൊടിയും, പിന്നെ നമ്മൾ ചിക്കൻ മസാലപ്പൊടിയുമായിരുന്നു ഇട്ടത്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് 1 മിനിറ്റ് നല്ലപോലെ അങ്ങോട്ടൊന്ന് വാട്ടിയെടുക്കുക. അങ്ങനെ നല്ലപോലെ 1 മിനിറ്റ് വാട്ടിയെടുത്ത് നമ്മൾ അതിനകത്തോട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ നീരൊക്കെ ഇറങ്ങി അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. പിന്നെ നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ ചിക്കനൊക്കെ പുരട്ടി നമ്മളൊരു 10 മിനിറ്റ് വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലൊക്കെ ഇട്ട് സെർവ് ചെയ്യാം.